Hi everyone, welcome back to Hacker YouTube channel. I am Rizwan Ramzan Ahmed and ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിപ്പിക്കുന്ന സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബ് മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലാന്നുണ്ടെങ്കിൽ സോ കാൾഡ് ഒരു തോട്ട് ലീഡർ ഓർ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബേസിക്കലി എത്തിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്പർ 1, മിക്ക സമയത്ത് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ്, അവൻ ഭയങ്കരമായിട്ട് സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിംഗ് അല്ലേ ചെയ്യുന്നത്, സ്വന്തം മാർക്കറ്റിംഗ് അല്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് നമ്പർ 1 തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഇറ്റ്സ് ഓക്കെ. അതായത് അൺടിൽ ആൻഡ് അൺലെസ് യു സ്പീക്ക് ഫോർ യുവർ സെൽഫ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാത്തിടത്തോളം കാലം നോബഡി വിൽ നോ ഹൂ യു ആർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഓഫർ ചെയ്യുന്നതെന്നോ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നുള്ളതും ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കേണ്ട യാതൊരു ആവശ്യകത അവിടെ വരുന്നില്ല. അൺടിൽ ആൻഡ് അൺലെസ് ദേ നീഡ് ഇറ്റ്, റൈറ്റ്? അവർക്കത് വേണോ വേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ ഇന്ന സംഭവം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് സെൽഫ് പ്രൊമോഷനോ സെൽഫ് മാർക്കറ്റിങ്ങോ അല്ല, മറ്റാർക്കോ എന്തോ ഉപകാരമുള്ള ഒരു സാധനം, അവരുടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ദാറ്റ് ഈസ് വാട്ട് യു ആർ പ്രൊവൈഡിങ്. അതാണ് നിങ്ങൾ കൊടുക്കുന്നത്. സോ യു ആർ നോട്ട് ജസ്റ്റ് എ ക്രിയേറ്റർ ഓർ യു ആർ നോട്ട് ജസ്റ്റ് എൻ ഇൻഫ്ലുവൻസർ. നിങ്ങളുടെ ബൈബിളിൽ ആദ്യം വരേണ്ട സാധനം ഇസ് യു ആർ ഡൂയിങ് എ സർവീസ് ഫോർ സമ്മൺ, റൈറ്റ്? ആൻഡ് ഞാൻ ബൈബിൾ എന്ന് പറയാനുള്ള റീസൺ, നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത്. ബട്ട് അതിൻ്റെ കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. PDF ആണ്, ഫ്രീ ആണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ മനുഷ്യന്മാരുടെ സമയം വാങ്ങിക്കുകയാണ്. സമയം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിൽ നിങ്ങൾ വാല്യൂഡേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇമ്പാക്റ്റ്, നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും കള്ളത്തരം പറയില്ല, ഞാൻ ഒത്തൻറ്റിക് ആയിരിക്കും, ഞാൻ ജെനുവിൻ ആയിരിക്കും, ഐ ബി ഫിയർലെസ്ലി ഒത്തൻറ്റിക് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. കള്ളത്തരം പറഞ്ഞിട്ടും ഇല്ലാത്ത കാര്യം സെല്ല് ചെയ്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യണ്ട, കണ്ടന്റോ അഥവാ നിങ്ങളെയോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിൽക്കണ്ട, നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്റ്റെയിൻ ആയിട്ട് പറ്റില്ല. നാലാമത്തെ കാര്യം, അഗെയിൻ ഒബ്വിയസ്ലി വെൻ യു ആർ ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ് ഓർ ബീങ് എ സോ കോൾഡ് ഇൻഫ്ലുവൻസർ, ബ്രാൻഡ്സ് മറ്റ് ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കായിട്ടോ, അതല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സസോ ഓർ ക്രിയേറ്റേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കായിട്ട് അവരുടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനോ മാർക്കറ്റിൽ നിന്ന് താഴെ നിന്ന് വർക്ക് ചെയ്യാനോ നിങ്ങൾ എന്ത് ചെയ്ത് ഒരിക്കലും ശ്രമിക്കരുത്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബ്രാൻഡിനോട് വർക്ക് ചെയ്യാനായിട്ട് ലെറ്റ്സ് സേ ഒരു നിങ്ങളുടെ തന്നെ രീതിയിൽ നിലയിലുള്ള ഒരു ക്രിയേറ്റർ വാങ്ങിക്കുന്നത് ഒരു X amount of rupees അല്ലെങ്കിൽ X amount of values ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ ഒരിക്കലും പോകരുത്. കാരണം നിങ്ങൾ മറ്റ് ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ വരും. അത് നിങ്ങൾ ആക്ച്വലി മാർക്കറ്റിനെ കില്ല് ചെയ്യാണ്, റൈറ്റ്? സോ ഒരിക്കലും അത് ചെയ്യരുത്. നെക്സ്റ്റ് തിങ് ഈസ്, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ ആയിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു ജേർണിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾവേസ് യു ഹാവ് ടു ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്ന ജേർണി എന്ന് പറയുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈലർ മെയ്ഡ് ഫോർ മീ ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ട് ഇന്നാൾ അതുപോലെ ചെയ്യുന്നുണ്ട്, ഞാനിതുപോലെ ആവണം എന്നൊരിക്കലും കമ്പയർ ചെയ്യരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഗ്രോത്തും അതേപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പീഡിലുള്ള ഒരു പേസിലുള്ള യാത്രയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. അത് യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു ജസ്റ്റ് ഗോ അലോങ് വിത്ത് ഇറ്റ്. ആൻഡ് ഫൈനലി ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസറിനേക്കാൾ ഉപരി നിങ്ങളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിനേക്കാളൊക്കെ മേലെ നിങ്ങളൊരു ടീച്ചറാണ്. നിങ്ങളൊരു പെർട്ടിക്കുലർ കാര്യം ഒരു ജനറേഷനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജനറേഷൻസിനേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എത്തിച്ചു കൊടുക്കുകയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ട്, റൈറ്റ്? സോ അതുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പുട്ട് ഫോർവേഡ് ചെയ്യണം. ഒരിക്കലും അതാണെന്ന് വെച്ചിട്ട് അതിന്റെ മേലെ അഹങ്കരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യുന്ന തരത്തിലേക്കായിട്ട് പോലും ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. യു ആർ ആക്ച്വലി ടച്ചിങ് പീപ്പിൾസ് ലൈഫ് ആൻഡ് യു ഹാവ് ടു ബിഹേവ് ഇറ്റ് ദാറ്റ് വേ ഇറ്റ്സെൽഫ്, റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, എസ്പെഷ്യലി വെൻ യു ആർ ബിൽഡിംഗ് എൻ അക്കൗണ്ട് ട്രൈങ് ടു ക്രിയേറ്റ് എൻ ഇൻഫ്ലുവൻസ് ഓർ മേക്ക് എ ചേഞ്ച്, റൈറ്റ്? ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കൂടെ കാര്യങ്ങൾ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദ ലിങ്ക് in the description. Click here, download here, go to the PDF and all that. So if you have watched till now, thank you so much. Subscribe to the channel, turn on the bell notification കാരണം ഒരു series of videos ആണ്. ഒരിക്കലും next video miss ആവാതിരിക്കുക. Until then, take care, stay tuned and zero preaches.